കൊച്ചിയിൽ വീണ്ടും പപ്പാഞ്ഞി വിവാദം. നേരത്തെ ഞാൻ പറഞ്ഞതാണ്, ഫോർട്ട് കൊച്ചി വെളി ഗ്രൗണ്ടിൽ സ്ഥാപിക്കുന്ന പപ്പാഞ്ഞി നീക്കം ചെയ്യാൻ പോലീസ് നോട്ടീസ് കൊടുത്തു. ഒരു പപ്പാഞ്ഞി മാത്രം മതി ഈ കാലത്ത് എന്നാണ് നിർദ്ദേശം. ഇപ്രാവശ്യം അവർ പറയുന്നത് ആ സ്റ്റാച്യുവേ സ്ഥാപിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അത് ഒരു സംഘടനയ്ക്ക് മാത്രം അനുവദിക്കും എന്നുള്ളതാണ്. അതൊരു നിലപാടുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് യോജിച്ച് പോകാനേ കഴിയാത്തൊരു അവസ്ഥയുണ്ട്. ഞങ്ങൾ പറഞ്ഞതുപോലെ ഇന്നത്തെ ജനറൽ ബോഡിയുണ്ട്. ആ ജനറൽ ബോഡി 7:30 മണിക്ക് കൂടിയതിന് ശേഷം പൊതുസമൂഹങ്ങളായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് പൊതുവായ ജനങ്ങളുമായി ബന്ധപ്പെട്ടതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കും. വിവരങ്ങളുമായി ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ശ്യാം, ഈ രണ്ട് പപ്പാഞ്ഞി കഴിഞ്ഞ പ്രാവശ്യം ചില്ലറ പ്രശ്നം ഉണ്ടാക്കി, അസ്വാരസ്യങ്ങളുണ്ടായി. അപ്പോൾ ഇത്തവണ അത് ഒഴിവാക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടാണോ കാര്യങ്ങൾ? നിലവിൽ പോലീസ് നൽകിയിരിക്കുന്ന നോട്ടീസ് പ്രകാരം വെളി ഗ്രൗണ്ടിൽ സ്ഥാപിച്ചിരിക്കുന്ന പപ്പാഞ്ഞിയെ ഒഴിവാക്കണം എന്നുള്ളത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. 50 അടിയിലധികം ഉയരമുള്ള പപ്പാഞ്ഞിയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അവിടെ സാമൂഹ്യ വിരുദ്ധർ ആ പപ്പാഞ്ഞി കത്തിച്ചാൽ അത് പ്രശ്നമുണ്ടാകുമെന്നുള്ളതാണ് പോലീസിന്റെ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിനു പുറമെ 1000-ലധികം പോലീസുകാരെ ഡ്യൂട്ടിക്ക് പരമ്പരാഗത ചടങ്ങുകൾ നടക്കുന്ന സ്ഥലത്ത് നിയോഗിച്ചിട്ടുണ്ട്. മറ്റൊരു സ്ഥലത്ത് കൂടി പോലീസിനെ നിയോഗിക്കാൻ പോലീസ് ഇല്ല എന്നും നോട്ടീസിൽ പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് സംഘാടകർ പപ്പാഞ്ഞി നീക്കം ചെയ്തില്ലെങ്കിൽ നിയമ നടപടികൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് കൂടി പോലീസ് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ തവണയും സമാനമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഒടുവിൽ പോലീസുമായി ഒത്തുതീർപ്പുണ്ടാകുകയും വെളി ഗ്രൗണ്ടിലെ പപ്പാഞ്ഞി കത്തിക്കുകയും ചെയ്തിരുന്നു. ഇത്തവണയും പോലീസുമായി ഒരു സമാധാനപരമായ ചർച്ചയിലൂടെ 2 സ്ഥലത്തും ആഘോഷങ്ങൾ നടത്താനാവുമെന്ന പ്രതീക്ഷയിലാണ് സംഘാടകർ ഉള്ളത്. താങ്ക് യു.